കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലൊന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല. ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെ മോശമാകുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടൂടെ, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എന്തിനാ നെഗറ്റിവിറ്റി പേര് കൊണ്ട് നടക്കണം? അല്ല ഒരാളെ മോശമായിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എനിക്ക് എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ലെ ഇത് മോശം കേട്ടോ, നിങ്ങൾക്ക് ഒന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും, അല്ലേ ഉണ്ടായിരിക്കും. ഇത് എൻ്റെ വ്യക്തിപരമായ പ്രയോഗം.